കോഴിക്കോട് കൊടുവള്ളിയിൽ കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയി തിരികെ എത്തിച്ച അന്നൂസിന്റെ മൊഴി രേഖപ്പെടുത്തും. അന്നൂസിന്റെ മെഡിക്കൽ പരിശോധന പൂർത്തിയായി. യുവാവിന്റെ മാതാപിതാക്കൾ കൊടുവള്ളി സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സാനിയോ മനോമി വിവരങ്ങളുമായി. സാനിയോ, ഇപ്പോൾ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയിരിക്കുന്നു. അന്നൂസിന്റെ ഒരു പ്രതികരണം നമുക്ക് കിട്ടുമോ? എന്താണ് ഈ ദിവസങ്ങളിൽ, ഈ 5 ദിവസം കൊട്ടേഷൻ സംഘം അന്നൂസിനോടുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു? എന്താണ് അറിയാനാകുന്നത്? ഉറപ്പായും അന്നൂസിന്റെ പ്രതികരണം കിട്ടേണ്ടതാണ്. അതിന് തന്നെയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. അതായത് ഈ ഒരു സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്നൂസിന്റെ പ്രതികരണം തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് മുക്കം CHCയിൽ അന്നൂസിനെ വിധേയനാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ ഇവിടെ കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുന്ന പ്രവൃത്തികളും മറ്റും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാനാകുന്നത്. ഏതായാലും അന്നൂസിനോട് അവിടെയുള്ള ആളുകൾ, അതായത് നമ്മുടെ ഈ മുക്കം CHCയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പരിക്ക് പറ്റിയിരുന്നോ എന്ന് ചോദിച്ചിരുന്നു. ആ സമയത്ത് അന്നൂസ് കൈകൊണ്ട് ഒരു പരിക്കുമില്ല എന്ന് പറഞ്ഞതായാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അത് ആ ദൃശ്യങ്ങളിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും മറ്റ് പരിക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് വലിയ ആശ്വാസമായി തന്നെയാണ് കുടുംബം കാണുന്നത്. അതേസമയം ഇതിലെ ദുരൂഹത ഇതുവരെയും ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ദുരൂഹത എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് അന്നൂസിനെ കിട്ടിയത്? അന്നൂസ് ഈ ഒരു പറയുന്നത് പോലെ ഇവർ ഉപേക്ഷിച്ച് പോവുകയായിരുന്നോ, ടാക്സിയിൽ ഉപേക്ഷിക്കുകയായിരുന്നോ, അതിനുശേഷം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അതിനൊക്കെയും പോലീസ് തന്നെ പ്രതികരിക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 1 മണിയോടുകൂടി കൊടുവള്ളി സ്റ്റേഷനിൽ ഇവരെ എത്തിക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും നമ്മൾ നേരത്തെ രക്ഷിതാക്കളുമായി സംസാരിച്ചപ്പോഴും അവർ യാതൊരു സൂചനയുമില്ല. ഏതോ പണം കൊടുക്കാനുള്ളതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് എന്ന് അറിയുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. നമുക്ക് നേരത്തെയൊക്കെ അറിയുന്നത് പോലെ അജ്മൽ റോഷനെയും കിട്ടാനുണ്ട്. അജ്മൽ റോഷനെ കിട്ടാത്തത് കാണിച്ച് ഇവർ പരാതിയൊന്നും കൊടുത്തിട്ടില്ല. അത് പോലീസുമായി ആലോചിച്ച് പിന്നീട് പരാതി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഏതായാലും 1 മണിയോടുകൂടി അന്നൂസ് റോഷൻ ഈ കൊടുവള്ളി സ്റ്റേഷനിലേക്ക് എത്തുമെന്നാണ് താമരശ്ശേരി DYSP അറിയിക്കുന്നത്. ഈ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത എന്തെങ്കിലും വരുന്നുണ്ടോ സാനിയോ? അതായത് 3 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ആ 3 പേർ എന്ന് പറയുന്നത് അന്നൂസിനെ തട്ടിക്കൊണ്ടുപോകുന്നതിന് തൊട്ട് മുൻപ് അവിടെ എത്തിയിരുന്ന ഒരു ബൈക്കിലുണ്ടായിരുന്ന 2 പേർ, അതുപോലെ ബൈക്കിൻ്റെ ഉടമ, ഈ 3 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർ റിമാൻഡിലാണ്. അവരെ പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും അവരിൽ നിന്ന് കൂടുതൽ മൊഴിയെടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അവരിൽ നിന്ന് കൂടുതലൊന്നും ഈ അറസ്റ്റിലായ സമയത്ത് ചോദ്യം ചെയ്തപ്പോൾ കൂടുതലൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ന് രാവിലെയൊക്കെ പോലീസ് പറഞ്ഞത് അന്നൂസ് മൈസൂരിൽ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴാണ് മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്ന് അയാളെ കിട്ടുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സാമ്പത്തികമായ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള തട്ടിക്കൊണ്ടുപോകലാണോ മറ്റോ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അറിയേണ്ടതുണ്ട്. വീട്ടുകാരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് അവർക്ക് എന്തിനാണ് തട്ടിക്കൊണ്ടുപോയത് എന്നറിയില്ല, പൈസ കൊടുക്കാനുണ്ട് എന്ന് അന്ന് തട്ടിക്കൊണ്ടുപോകാൻ വന്ന ആളുകൾ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇത് പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും. അപ്പോഴും അവിടെ അനിശ്ചിതത്വവും അതുപോലെ ഒരു ആശങ്കയും ഒക്കെ നിലനിൽക്കുന്നത് സഹോദരൻ്റെ കാര്യത്തിലാണ്. സഹോദരൻ്റെ കാര്യത്തിൽ 1 മാസമായി ഇയാൾ വീട്ടിലെത്താതിരുന്നിട്ടും എന്തുകൊണ്ട് കുടുംബം പരാതി നൽകുന്നില്ല തുടങ്ങിയ കാര്യങ്ങളും അവിടെ ബാക്കിയാവുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പോലീസിനോട് അന്വേഷിച്ച് പരാതി വേണമെങ്കിൽ കൊടുക്കുമെന്നാണ് അന്നൂസിൻ്റെ പിതാവ് മുഹമ്മദ് റാഷിദ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ആ കാര്യങ്ങളിൽ കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എല്ലാം അല്പസമയത്തിനകം തന്നെ താമരശ്ശേരി DYSP ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്.